കവി തുടങ്ങാണ്ട. നമസ്കാരം എല്ലാവർക്കും. ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. പി സി ജോർജ് വിഷയം ഇസ്രായേലിൽ വരെ ചർച്ചയായി എന്നാണ് പറയുന്നത്. അപ്പോൾ അറിയില്ലോ, പി സി ജോർജ് വിഷയം ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ മാസങ്ങൾക്ക് പറഞ്ഞിരുന്നു. അത് ഇസ്രായേലും അമേരിക്കയിൽ ചില പോക്കറ്റും. അത് പി സി ജോർജിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് അമേരിക്കയിലെ ചില പോക്കറ്റുകൾ മാത്രമല്ല, എല്ലാവരും ഒന്നുമില്ല. ഇന്ന് ഇസ്രായേലും അതിൻ്റെ കളിയാണ് കാസിയും കൂട്ടൊക്കെ ചെയ്യുന്നത്. വളരെ ആഴത്തുള്ള പണി അവരുടെ. ഇത് മനസ്സിലാക്കാൻ UDF-നോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. അതിന് മുന്നോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. അതായത് UP-യിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന സംഭവം, ഒരു ഇതാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ, പോക്സോ കേസിൻ്റെ പേരിൽ ഒരു വൃദ്ധനെ 90 ദിവസം മറ്റേ ജയിലിടുകയും അദ്ദേഹത്തിന് 2 കോടി പരം വിലയുള്ള വീട് തകർക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നിരപരാധിയാണെന്ന് വെറുതെ വിട്ടു. ഇപ്പം നശിപ്പിച്ച വീടിനെ ആര് ഉത്തരവാദിത്വം ചെയ്യും? ആര് സമാധാനം പറയും? ഇതുപോലെ ആയിരക്കണക്കിന് അനീതിയാണ് ലോകത്ത് നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ സവർണ ഫാസിസത്തെ എതിർക്കുന്ന പോലെ തന്നെ സാമ്രാജ്യത്വത്തെയും എതിർക്കുകയും ഈ ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭീകരത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ ഭീകരത അല്ലെങ്കിൽ അത് അപ്പോൾ നമ്മൾ അത് എതിർക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ, എന്തിനാണ് പാലക്കാട് ഒന്നാമത്തെ ചന്ദനക്കുടമൊന്നും അനിസ്ലാമികമാണ്, അത് ആരെ എഴുന്നള്ളിപ്പിക്കുക, അത് മറ്റൊരു തെറ്റാണ്. അതിൽ ഈ പലസ്തീൻ്റെ ഗാസയുടെ നാട്ടിൽ അവരുടെ ഫോട്ടോ വെച്ചിങ്ങനെ എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു? ഇന്ത്യയിൽ ഏത് മുസ്ലിം പറഞ്ഞു? ഏത് സംഘടന പറഞ്ഞു? ഇപ്പം ഇവരെല്ലാം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും അമേരിക്കൻ ലോബിയുടെ കയ്യിൽ നിന്നും ഫാസിസ്റ്റിൻ്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയാണ് ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അക്കൂട്ടത്തിൽ ഫാസിസം വിജയിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഈ മുസ്ലിം ന്യൂനപക്ഷം എന്ന് പറഞ്ഞ സാമധാരി വർഗീയ കോമരകളിൽ നിന്ന് പറയാൻ പറ്റും, പറഞ്ഞേ തീരുവത്. പാലക്കാട് പള്ളി ഉത്സവം, മുസ്ലിം പള്ളിയുടെ ചന്ദ്രക്കോൾ ഉത്സവം, ഹമാസിന് നേതാക്കളുടെ ഫോട്ടോ വയ്ക്കാൻ ആര് പറഞ്ഞു? എന്താണ് അതിൻ്റെ ആവശ്യം? ഇന്ത്യൻ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ ഫോട്ടോ ആണോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഫോട്ടോ വയ്ക്കാം, ഓക്കെ. ഇത് ഹമാസിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, അത് തെറ്റില്ല. കാരണം ഹമാസിനെ ഇന്ത്യ ഗവൺമെൻറ് ഇതേവരെയും ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കാത്തയുടെ കാലം ഹമാസിന് വേണ്ടി വാദിച്ചു എന്ന് ചോദിച്ചാൽ ആയുധ കുറ്റുണ്ടാവില്ല. പക്ഷേ ഈ കേരളത്തിൽ പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹമാസ് നേതാക്കളുടെ ഫോട്ടോ വയ്ക്കാൻ ആര് നിങ്ങൾക്ക് അധികാരം തന്നു? ആര് നിങ്ങൾക്ക് ചുമതലപ്പെടുത്തി? അത് അന്വേഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതാരായതിലും അവനെല്ലാം അകത്തിടണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം. വളരെ കർശനമായിട്ട് പറയണം. അങ്ങനെ ഒരു സംഘടിത മനോഭാവത്തിൽ കൂടി ഇവിടെ വർഗീയത ഉണ്ടാക്കേണ്ടത്. ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും വർഗീയത തന്നെയാണ്. പൊന്നിന് സൂചിയാണെങ്കിലും ഇരുമ്പിൻ്റെ സൂചിനെ കണ്ണിക്കൊണ്ട് പൊട്ടും. അതുപോലെ ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അത് അപകടം തന്നെയാണ്, സംശയമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടി വെക്കരുത്. ഇപ്പം ട്രംപ് ഒരു കാര്യം പറഞ്ഞില്ലേ, ഇന്ത്യയെ കുറിച്ചാണ് പറഞ്ഞില്ല, EVM എലക്ഷൻ വോട്ടിംഗ് മെഷീൻ വേണ്ടായത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 3-4 ദിവസം മുമ്പ് പറഞ്ഞേ, നമ്മൾ മലമ്പനിക്ക് വേണ്ടി ഒരു ഗുളിക കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു മരുന്ന് കണ്ടുപിടിച്ചു. ആ മരുന്ന് നമ്മൾ കണ്ടമാനം സ്റ്റോക്ക് ഉണ്ട്. കൊറോണ വന്നപ്പോൾ അമേരിക്ക അത് ആവശ്യപ്പെട്ടു, കൊടുക്കൂല. അപ്പോൾ അമേരിക്ക എന്താണ് മോഡി വരട്ടിയത്? എലക്ഷൻ മദർ കമ്പ്യൂട്ടർ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഒരുപക്ഷെ മോഡിജി രാത്രി 2 ഫ്ലൈറ്റ് നിറച്ച് കൊണ്ടുവിട്ടത്. അപ്പോൾ എന്തൊക്കെയോ EVM-ൽ ചീഞ്ഞ് നാറുന്നുണ്ട്. ഇവിടുത്തെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷ ശക്തിയിലായിപ്പോയി, മണ്ടന്മാരും ബുദ്ധിശൂന്യമായിപ്പോയി. അത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇന്നൊരു കാര്യം പറഞ്ഞു, കോൺഗ്രസ് ആസാമിലെ ശരി ശ്രദ്ധിക്കണം, ആസാമിലെ മുസ്ലിങ്ങൾക്ക് ജുമാ നമസ്കാരത്തിന് വേണ്ടി നിയമസഭയിൽ 11 മുതൽ 2 മണി വരെ അവധി ഉണ്ടായിരുന്നു.
1937 ബ്രിട്ടീഷാണ് ആ നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ ബ്രിട്ടീഷ് ഉണ്ടാക്കിയ നിയമത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അത് ഇല്ലാതാക്കിയതാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രത്യേക സമയം കണ്ടെടുത്ത് ഇവരെ സഹായിക്കുമെന്ന് പറയുന്നു. വല്ല കാര്യമുണ്ടോ? അതാണ് നമ്മൾ അന്തോണിയെ കുറ്റം പറഞ്ഞത്. ആസാമിൽ 40% മുസ്ലിങ്ങളുണ്ട്, 60% ഹിന്ദുക്കൾ. വേറെ ജാതി അവിടെ ഇല്ല, ക്രിസ്ത്യൻസ് അവിടെ ഇല്ല. വളരെ ഒറ്റ തെറ്റുള്ളൂ. അപ്പോൾ ഒരു മുസ്ലിം നേതാവ് വലിയ സമ്പന്നനാണ്, 2000 കോടിയുടെ സ്വത്തുള്ള സമ്പന്നനാണ്. അത് അത്രവാല എന്ന് പറയുക, അത്ര ബിസിനസ്സാണ് അവർ, പെർഫ്യൂം ബിസിനസ്. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ച് ശക്തമായി വന്നപ്പോൾ ആ പാർട്ടിയുടെ സഖ്യം ഉണ്ടാക്കാമെന്ന് അവിടുത്തെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോയിന്റ് 60% ഹിന്ദുക്കൾ രാജ്യത്ത്, 40% മുസ്ലിങ്ങളെ നിങ്ങൾ വിട്ടുകൊടുത്താൽ ഞങ്ങൾ തോറ്റു പോവും എന്ന് പറഞ്ഞിട്ടാണ് അവരെ മുന്നിൽ ചേർക്കാറുള്ളത്. ആ മനുഷ്യൻ പറഞ്ഞാൽ ഞങ്ങൾ കുറ്റപ്പെടുന്നില്ല, കാരണം അദ്ദേഹത്തിന് അനുഭവമില്ല. പക്ഷെ അനുഭവമുള്ള ഒരാളെ തലപ്പത്ത് പോയിരുന്നില്ലേ, സോണിയാഗാന്ധി തലയിലിരുന്നില്ലേ, ശിവൻ ആന്റണി. അതാണ് നമുക്ക് ഈ ആന്റണിയോട് ഇത്ര ഒരു അകൽച്ചയും വെറുപ്പും തോന്നുന്നത്, ലജ്ജ തോന്നുന്നത്. അപ്പം ഈ ആന്റണി അറിയാതിരിക്കുമോ? AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, സോണിയാഗാന്ധിയുടെ തൊട്ടടുത്തുള്ള ആളാണ്. അദ്ദേഹം അറിയാതിരിക്കുമോ ആസാമിലെ കാര്യമൊക്കെ? അദ്ദേഹം ആ ആസാമിലെ കോൺഗ്രസ് നേതാവ് വിളിച്ച് പറയണ്ടേ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കണ്ട. കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ജാതി പാർട്ടി പേര് തുടങ്ങിയിട്ട് 60 വർഷമായിട്ട് ഞങ്ങൾ സഖ്യത്തിലാണ്. അതിൽ 67% ഭരണത്തിലുണ്ടായി. അതിൽ മുഖ്യമന്ത്രി ഉണ്ടായി, 2 ഉപമുഖ്യമന്ത്രി ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുസ്ലിം നേതൃത്വം കൊടുക്കുക സംഘടനയായിട്ട് ധാരണ ഉണ്ടായൊരു കുഴപ്പമില്ല. അപ്പോൾ 40% മുസ്ലിങ്ങളാണെന്ന് ഈ പറഞ്ഞ ആ കഴിവ് ഞാൻ പറഞ്ഞുകൂടി, അയാൾക്കറിയാമല്ലോ മുസ്ലിം ഉണ്ട്. അപ്പോൾ ആ 40% പിന്നെ 60% ഹിന്ദുക്കൾ 10% കിട്ടിയാൽ അവിടെ ഭരിക്കാൻ പാടില്ലല്ലോ. അവസരം വോട്ട് 3ആക്കി BJP ഭരണം കൊടുത്ത ഈ നെറികെട്ട കോൺഗ്രസ് നേതാക്കളില്ലേ, പറയണതിരിക്കാൻ പറ്റില്ല. അത്ര കണ്ട് തകർത്ത് കളഞ്ഞ രാജ്യത്തെ. ബുദ്ധിയില്ലാത്ത ബുദ്ധിശൂന്യര്. അല്പം ബുദ്ധി ഉണ്ടായതെങ്കിൽ, പ്രായോഗിക ബുദ്ധി ഉണ്ടായതെങ്കിൽ ഈ ആന്റണിക്ക് പറയാൻ പാടില്ലേ, നിങ്ങൾ സഖ്യം ഉണ്ടാക്കിയോ, കുഴപ്പമില്ല. ഇന്ന് ആസാം പോകുമോ? ആസാം പോകടോ? ഞാൻ ചോദിക്കാം, ആന്റണി ചോദിക്കാൻ, അതിനിപ്പം ജീവിച്ചപ്പോഴുള്ള ഓർമ്മക്കുറവൊന്നുമില്ലല്ലോ. എൻ്റെ ആന്റണി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അന്ന് അവരോട് പറഞ്ഞത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കേരളത്തിൽ തെളിവില്ലേ? നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആസാം ഭരണം പോവോ? ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയിൽ കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, കൂട്ടുവേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതാണ് അടവ് നയം എന്ന് പറയുന്നതല്ലോ, അതുപോലെ ഉണ്ട്. നിങ്ങൾക്ക് അത് കിട്ടൂല. അടവ് നയം ഉണ്ടെങ്കിൽ ഒരു 10-15 സീറ്റ് നിങ്ങൾ ഭരിച്ച മറ്റെങ്കിൽ ഇന്ന് BJP ഭരിക്കുമോ? അപ്പോൾ അതാ പറഞ്ഞ കോൺഗ്രസിനെ നയിക്കുന്ന ഇന്നത്തെ നേതാക്കന്മാരിൽ ഒരു നല്ലൊരു വിഭാഗം സംഘപരിവാലികളും BJPക്ക് അനുകൂലികളാണ്. എനിക്ക് ആണി കുഴപ്പമില്ല, ഈ BJP ആയിക്കോട്ടുള്ള. മനസ്സിലായില്ലേ? അതിപ്പോൾ എന്താണ് കോൺഗ്രസ് സംരക്ഷണം കൊടുക്കും മുസ്ലിങ്ങൾക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായില്ലോ. അതിനുശേഷം ഇവിടെ പോയി ഈ അന്തോണി വന്നതിന് ശേഷം കഴിഞ്ഞ് 40 വർഷമായിട്ട് സോണിയാഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കത്തോലിക്ക കോൺഗ്രസ് വന്നതിന് ശേഷം എവിടെ പോയി ഇതൊക്കെ? മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേലിൽ വരെയും PC ജോർജിന് വിഷയം ചർച്ചക്കായി എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ പോയതല്ലോ. വളരെ ബുദ്ധിപൂർവ്വം, വളരെ യുക്തിപൂർവ്വം, വളരെ തന്ത്രപൂർവ്വം ആഴത്തിൽ കൂടാലും ഇല്ലേ, അന്തർദേശീയ കൂടാലും ഇല്ലേ? ഇത് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം പറ്റുണ്ടോ, ഈ ലീഗ് നേതൃത്വം പറ്റുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് വർഷങ്ങളായിട്ട് പറഞ്ഞത്, മുസ്ലിം ലീഗ് നിങ്ങൾ നശിച്ച് താറാണക്കലെടുത്ത് പോവാണ്. നിങ്ങൾക്ക് ഒരു അഡ്രസ്സും ഇല്ലാത്ത അവസ്ഥയുണ്ട്. നിങ്ങൾ വേഗം പേര് മാറ്റ്, മുസ്ലിം എന്ന പേര് മാറ്റ്. എന്നിട്ട് നിങ്ങൾ ദേശീയ കാഴ്ചപ്പാടിൽ പാർട്ടി ഉണ്ടാക്കുക. ഒരു നിമിഷം മതി. ഞാനത് പേരും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത്, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് IUML അക്ഷരം പോലും മാറുന്നില്ല, കൊടി മാറുന്നില്ല, ഒരു വേർഡ് മാത്രം മാറുന്നുള്ളൂ. ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് 3-1 മൈനോറിറ്റി ഉള്ള ഇന്ത്യൻ രാജ്യത്ത്. നിങ്ങൾക്ക് ഇനി വിചാരിച്ച് നിങ്ങൾക്ക് 2ാമത്തെ 3ാമത്തെ പാർട്ടിയാകാം. മാറില്ല. ആ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് തുടങ്ങി ഈ മുസ്ലിങ്ങളെ നശിപ്പിക്കും, അവരും നശിക്കും, കോൺഗ്രസ് നശിപ്പിക്കും. അതല്ലേ മുസ്ലിം ലീഗ് കുഞ്ഞാക്കൾക്ക് മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് വ്യംഗ്യ അർത്ഥത്തിലാണ് പറഞ്ഞില്ലേ. ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ അത് പറയാവോ? മനസ്സിലുണ്ടാവും. ഇപ്പോൾ കുഞ്ഞാക്ക മുഖ്യമന്ത്രി അത് തടസ്സമൊന്നുമില്ല, യോഗ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ അടിയൊഴുക്ക് മനസ്സിലാക്കണ്ടേ? അത് ചെയ്യാതെ ഇപ്പോൾ അവിടെയും പ്രശ്നമാക്കി. ഇവിടെ ശശി തരൂരിൻ്റെ വിഷയം എന്താണ് ഈ കോൺഗ്രസ് കാണിക്കുന്നത്? മനസ്സിലാകുന്നില്ല.
20% വരുന്ന മുസ്ലിം സമുദായത്തെ നിങ്ങൾ അകത്തി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തൊടാതെ നിർത്തിക്കൊണ്ട് ഈ ആനിയുടെ റിപ്പോർട്ട് ഗുജറാത്തിലെ റിസൾട്ട് എന്ന് അറിയോ? ഗുജറാത്തിനെ കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് മുസ്ലിങ്ങൾ ജയിലിലേക്ക് പഠിപ്പിക്കരുത്, ഇപ്പോഴത്തെ തൊപ്പികൾ വൈപ്പിക്കരുത്. അങ്ങനെയല്ലേ 10-12% മുസ്ലിങ്ങളും 13% ഈ ദളിതുകൾക്ക് ബാക്കി കൊടുത്തു. മുസ്ലിങ്ങൾ തൊടിയിച്ചില്ല. ഈ ആനിന് കൊടുത്ത റിപ്പോർട്ട് ഫയലിൽ കിടപ്പുണ്ട്, AICയുടെ ഫയലിൽ കിടപ്പുണ്ട്. എല്ലാം കമ്പനി തരാം. അത് മണ്ടന്മാരുടെ ആനിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ നശിപ്പിക്കണമെന്നൊന്നുമല്ല, മണ്ടനാണ്, പ്രാക്ടിക്കൽ നോളജ് ഇല്ല. ഈ കേസി വേണമല്ലോ അത് തന്നെയാണ്. അവർക്ക് ഇങ്ങനെ വീണ് കിട്ടിയാണ്, അർഹതയുടെ പേരിൽ കിട്ടിയല്ല. കേസ് വേണുകൾക്കും മിടുക്കര എത്രയോ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം തന്നെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമല്ലല്ലോ, കേരളം ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. 150 കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ 4 കോടി ഉണ്ടെങ്കിൽ എത്ര വരും? 1% ആണെങ്കിൽ 1.5 കോടി. അപ്പോൾ 2% ജനസംഖ്യയിലുള്ളൂ. ടോട്ടൽ ജനസംഖ്യയിൽ കേരളത്തിൽ കപ്പാസിറ്റി 2% ആണ്. 2% ജനസംഖ്യയിൽ ഒരാളിൽ നിന്ന് ഈ 2ാം സ്ഥാനം കൊടുത്ത് ആന്റണിക്ക് കൊടുത്ത് 40 വർഷം, ഇപ്പോൾ KCക്ക് കൊടുത്ത് 40 വർഷം. അപ്പോൾ മറ്റുള്ള കോൺഗ്രസ്, മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇഷ്ടപ്പെടുമോ? ഈ KC ഗുണം തലപ്പത്തിയതിനു ശേഷമല്ലേ ഇപ്പോൾ ആസാമും പശ്ചിമ ബംഗാളും ഇപ്പോൾ ത്രിപുരയും ഇതൊക്കെ പോകുന്നത്, പിന്നെ ഗുജറാത്തും ഇതൊക്കെ പോകുന്നത്. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത്രയും സംഘടിത ശക്തിയായ ഹിന്ദുക്കളുള്ള രാജ്യങ്ങളിൽ ഈ KC വേണുകാലിന് ഒരുത്തരെ കൊണ്ടുവന്ന് അവിടെ എത്തിയപ്പോൾ അവർക്ക് ഇഷ്ടമോ? അവർ പറയില്ല. രാഹുൽ ഗാന്ധി പേടിച്ച് പറയില്ല. അത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി രാഹുൽ ഗാന്ധിക്ക് വേണ്ടേ, സോണിയാഗാന്ധിക്ക് വേണ്ടേ, പ്രിയങ്കയ്ക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞത് ആനാണ് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആട്ടെ, എനിക്ക് സന്തോഷമുള്ളൂ, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കാരണം ഒരു മലയാളിയല്ലേ, ഇന്ത്യക്കാരനല്ലേ. അല്ലെങ്കിൽ KC വേണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമുക്ക് സന്തോഷമുള്ളൂ, നമുക്ക് അഭിമാനിക്കണം മലയാളി പ്രധാനമന്ത്രിയായത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെയാണ് ഇപ്പം നമ്മൾ മുന്നണി ചർച്ചകളിലും ഇത് വെച്ച് വൈരാഗ്യ ബുദ്ധി എന്നോട് കാണിക്കരുത്. അവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ ആഗ്രഹം ഉണ്ടായാൽ മതിയോ? നടപ്പാക്കണമെങ്കിൽ പ്രായോഗിക ബുദ്ധി വേണ്ടേ, പ്രാക്ടിക്കൽ നോളജ്. പ്രായോഗിക ബുദ്ധി വേണം, പ്രായോഗിക അറിവും വേണ്ടേ. അതില്ല. കാരണം ഭൂരിപക്ഷം കിട്ടിയാലേ ഭരിക്കാൻ പറ്റുള്ളൂ. ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കിട്ടുമോ? എത്ര വർഷമായി വോട്ടിംഗ് മെഷീനെ കുറിച്ച് തെറ്റുവാണ്. കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വം ഇന്ത്യയിൽ അതിനുവേണ്ടി ഒരു വിലനിക്കട്ടല്ലോ, ഒരു ചെറുവിരലെനിക്ക് വരും. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം വളരെ വയോവൃദ്ധനാണ്. അദ്ദേഹത്തിന് ഒരു താല്പര്യം ലോകത്തില്ല. അദ്ദേഹമാണ് നിരന്തരമായിട്ട് പ്രായാധിക്യം കൊണ്ടെങ്കിലും ലക്ഷങ്ങൾ ആൾക്കാർ പങ്കെടുപ്പിച്ചിട്ട് ഡൽഹിയിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, EVM തട്ട് ശരിയല്ല എന്ന്. ആ സമയത്ത് ഒന്ന് വാക്കോട് സഹായിക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ചെയ്തോ, സോണിയ ചെയ്തോ, പ്രിയങ്ക ചെയ്തോ, ഈ KC വേണു ചെയ്തോ, അവരെ കൂടെ ശക്തമായി തന്നെങ്കിൽ എന്താ മാറൂലേ? അപ്പോൾ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇന്നലെയും പറഞ്ഞില്ലേ, കോൺഗ്രസിന്റെ ഈ കളി കൊണ്ടൊന്നും സംഘപരിവാറിനോ അല്ലെങ്കിൽ BJP താടി ഇറക്കാൻ പറ്റില്ല. താടി ഇറക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ 2 പോയിന്റ് ശ്രദ്ധിക്കണം. ഒന്ന്, അന്ന് ജയപ്രകാശ് നാരായൺ ചെയ്തതുപോലെ, ഒന്ന് നിങ്ങൾ നേതൃത്വം വഹിക്കുമ്പോൾ സ്ഥാനമേൽക്കാതെ ഏതെങ്കിലും നേതാവ് വേണം. കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് ആ നേതാവ് ഒരു സ്ഥാനം വഹിക്കരുത്. അങ്ങനെ ജയപ്രകാശ് ചെയ്തത്. പിന്നെ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ചേർത്ത് പോലെ BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ചേർക്കണം. ഇത് എന്താ ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ 2 പോയിന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇന്ത്യയിൽ BJP താഴെ ഇറക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം പല രീതിയിലും വളർന്നു വരാണ്. ഇപ്പം ട്രംപ് തമ്മിൽ തെറ്റ്, ട്രംപിന് മനസ്സിലായിട്ട് അറിയാമല്ലോ, അവർക്ക് അറിയാലോ. മദർ കമ്പ്യൂട്ടർ ഇരിക്കുന്ന അവിടെയല്ലേ, അതിനൊന്നും ഡാറ്റ പോയിട്ടില്ല. നമ്മൾ എത്ര മായ്ച്ചാലും മദർ സ്കെറ്റിൽ അവിടെ ഉണ്ടാവും. അത് 100 വർഷം കഴിഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് മോഡി അധികം പൊങ്ങിയാൽ ട്രംപ് അത് എടുക്കും എന്നുള്ള ധൈര്യം പേടിപ്പിക്കുന്നത് തികച്ചും പിന്നെ തെറ്റായ രീതിയിലല്ലേ. ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ തട്ടിപ്പ് ചെയ്യാൻ പറ്റിയാണ് EVMന്റെ സംവിധാനം. അത് ഉണ്ടാക്കിയ രാജ്യങ്ങളിലൊന്നുമില്ല. ഇപ്പം അമേരിക്കയിൽ പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയുന്നു. എന്നിട്ടും ഇന്ത്യയിൽ അതിനെതിരെ ഈ കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയോ ഒരു ചെറുവിരലായിരിക്കോ എന്തോ ഒരു പ്രസ്താവന നടത്തിയാലേ. അതല്ല, തെരുവിലിറങ്ങിയിട്ട് അതിന് സമാധാനപരമായ രീതിയിൽ സമരം ചെയ്യണം. സമാധാനപരമായിട്ട്, ഒരിക്കലും അക്രമാസക്തം പറ്റില്ല. അത് ചെയ്തോ? എന്നെങ്കിലും തെരുവിലിറങ്ങി രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ടുണ്ടോ? ഈ പദയാത്ര നടത്തിപ്പോയില്ലോ, 10,000 കോടി ആരോ കൊടുത്ത് നടത്തിയല്ലോ. അതിനെന്ത് കേട്ടുണ്ടായി? ഇപ്പൊ ബീഹാറിൽ വരാൻ പോണ ഇലക്ഷൻ കലക്കി കളയും. മനസ്സിലാകുന്നില്ല അവർക്കൊന്നും. കേരളം കലക്കി കളയാൻ പോണു.
ഇപ്പൊ മുരളീധരനാണ് ശശിയെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈയുടെ മുരളീധരൻ ഇന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ശശിക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങൾ ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾ ആര്? കുറെ ദിവസമായി ഇങ്ങനെ ഓരോരോ ഉത്തരം കൊടുക്കുന്നത്, ശശികല മറുപടി. നിങ്ങൾ വായെടുക്കുന്ന ആദ്യമായിട്ട് നിങ്ങൾ വായെടുക്ക്. നിങ്ങൾക്ക് ഇനി എന്താണ് കോൺഗ്രസ് കിട്ടാനുള്ളത്? എല്ലാം കിട്ടിയില്ലേ? മുഖ്യമന്ത്രി സ്ഥാനം വെച്ച് ബാക്കി എല്ലാം കിട്ടിയില്ലേ? എത്ര കോടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സമ്പാദ്യം? ഏത് നിലക്കുകളാകട്ടെ പണിയെടുത്തുണ്ടാക്കുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ ശശീനൊക്കെ പാഠം പഠിപ്പിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നത്? നിങ്ങളെല്ലാം ഇട്ടറിച്ച് പോയതല്ലേ കോൺഗ്രസിൽ നിന്ന്? അച്ഛനും പോയി മോനും പോയതല്ലേ? എന്നിട്ട് പറയാണ് ഞാൻ മറുപടി കൊടുത്ത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു പവറില്ല, ഒരു സീനിയർ സിറ്റിസൺ നിലയിൽ, ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു ഫിലോസഫിസ്റ്റ് എന്ന നിലയിൽ, ഒരു പിന്നെ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പറയാണ്, നിങ്ങൾക്ക് എന്ത് അവകാശം ശശി തരൂരിന് ഉത്തരം കൊടുക്കാൻ? അവരുടെ KPC പ്രസിഡന്റ്, കേന്ദ്ര നേതൃത്വമുണ്ട്. നിങ്ങൾ ആരപ്പ? ഇനി ശശിയെ കൂടി പുറത്തേക്ക് കളയണം. അതെന്നെ ചുരുക്കാതാണ്. പലരും കളഞ്ഞു കൂടി ശശി തരൂരിനെ കൂടി പുറത്തേക്ക് വിടണം. എന്തെങ്കിലും അത് ശശി തരൂർ ലേബലാണത് കോൺഗ്രസിന്, ഇന്ത്യക്കാർക്ക്. ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല, അദ്ദേഹം ക്ലിയർ ആയൊന്നുമല്ല ചെയ്യുന്നത്. എങ്കിലും അദ്ദേഹത്തെയും കൂടി ഈ പാർട്ടി നാട് പുറത്തേക്ക് ഇവിടെ എന്തൊരു ആഗ്രഹമാണ് കോൺഗ്രസിലെ നേതാക്കൾക്ക്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിൽ 4 പേരിൽ ഒരാൾ പോയി. രമേശിനെയും സതീശനെയും അടുപ്പിച്ച് അങ്ങനെ നടത്തി. എന്നിട്ട് ഞാൻ മാത്രമാവും, എനിക്ക് മുഖ്യമന്ത്രി ആവണം. നടക്കൂല്ലേ സാർ? അത് ജനങ്ങൾ ബോധവാനാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ 40% വരുന്ന മുസ്ലിം സമുദായം കേരളത്തിലുണ്ടല്ലോ, അവർക്ക് മാന്യമായ അംഗീകാരം കൊടുക്കണം. അവരിൽ നിന്ന് വരട്ടെ ഒരു മുഖ്യമന്ത്രി. ആഭ്യന്തരം കൊടുക്കണ്ട. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് ഒരു കാര്യം കൈകാര്യം ശരിയല്ല. ഇവിടെ കൈകാര്യം 2 പേരിൽ ഒന്ന് ഇപ്പോൾ ഒന്ന് പിന്നെ കരുണാകരനും, ഒന്ന് ഈ പറഞ്ഞ ആരാണ് ഇപ്പോഴത്തെ പിണറായി. ബാക്കി ആരും രണ്ടും ഒരുമിച്ച് കഴിയില്ല. ഒരുമിച്ച് കഴിയുന്നത് തന്നെ തെറ്റാണ്. അതെല്ലാം അധികാരം കയ്യിലെടുക്കാൻ വേണ്ടിയാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരം കൂടി ഒരുമിച്ച് വേണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഒന്നാമത് രണ്ടും ഒരുമിച്ച് പണിയുള്ളതാണ്. അത് 2 പേരുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കരുണാകരനും പിന്നെ പിണറായി വിജയനും, വേറെ ആരും ഏറ്റില്ല. ഉമ്മൻചാണ്ടി ഏറ്റില്ല. അവരെ ക്ഷീണോട് കാണുന്നുണ്ട്. കരുണാകരനെ കുറിച്ച് വന്ന ആരും അതുപോലെയല്ല അധികാരമാണ്, അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ പോലെ പിണറായിയെ കുറിച്ച് വരുന്നുണ്ട്. വേറെ ആരെ കുറിച്ച് വന്നുണ്ടോ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് അങ്ങനെ വരുന്നുണ്ടോ? അച്യുതാനന്ദനെ കുറിച്ച് വന്നോ? പിന്നെ നമ്മുടെ അച്യുത മേനോനെ കുറിച്ച് വന്നോ? അപ്പൊ എന്താ നിങ്ങളൊന്നും മനസ്സിലാക്കാതെ, കഥ അറിയാതെ ആട്ടും കാണുകയാണെന്നേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയും ഇന്ത്യയിൽ കഥ അറിയാതെ ആട്ടം കാണണം. ഇത്രയും നമ്മൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? ജയപ്രകാശ് നാരായൺ ചെയ്ത ഒരു ഫോർമുല ഉണ്ടല്ലോ, ഫോർമുല. എന്നിട്ടിപ്പോൾ ആസാമിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക സമയം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു. അതൊന്നും വല്ല കാര്യമുണ്ടോ? അന്ന് ആ പാർട്ടിയായിട്ട് കോൺഗ്രസ് ധാരണ ഉണ്ടാക്കി സീറ്റ് പങ്കിട്ട് ഏതെങ്കിൽ ഇന്നും കോൺഗ്രസ് കയ്യിലിരിക്കില്ലേ ആസാം? കാരണം 40% ഉണ്ടല്ലോ മുസ്ലിങ്ങൾ, നിങ്ങൾക്കറിയാലോ. അത് ബ്ലോക്കായിട്ട് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടും. ഇപ്പോൾ കോൺഗ്രസ് മുന്നണി 60% ഹിന്ദുക്കളിൽ നിന്നൊരു 10% കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഭരിക്കാമല്ലോ, കോൺഗ്രസ് മുഖ്യമന്ത്രി ആകാം. അത് ചെയ്തോ? അത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ കിടന്ന് കളിക്കുന്നത്. ഈ നിയമമൊക്കെ ആസാമിൽ ഉണ്ടാക്കാൻ ഇന്നലേക്ക് വരെ ഒന്നുമല്ലായിരുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടിയ അധികാരം, എവിടെ നിന്ന് പവർ? അപ്പോൾ സൂപ്പർ പവർ കാണിക്കുകയാണ്. പിന്നെ യോഗിയേക്കാളും മോഡിജിയേക്കാളും അമിത്ഷായേക്കാളും വർഗീയമായിട്ട് വന്നിട്ട് അയാൾ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് നിൽക്കാൻ പുള്ളി ശ്രമിക്കുന്നത്. ഇവിടെ വർഗീയത പറയുമ്പോൾ ആളുണ്ടാവുള്ളൂ, മണ്ടന്മാരാണുള്ളതുകൊണ്ട്. അതിന് കോൺഗ്രസ് വഴി വെച്ച് കൊടുത്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയണത്, ശിവസേനയായിട്ട് കൂട്ടുകൂടാൻ ഇവിടെ ഒരു കുഴപ്പമില്ല. ഞാൻ ഈ വിക്ടറോടോ മറ്റ് CP ജോണോടൊക്കെ പറയാണ്, നിങ്ങളെക്കുറിച്ച് ബോധമുണ്ടി പറയും, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ തെറ്റാണെന്ന് തിരിച്ചതേ. ശിവസേന എന്ന് പറഞ്ഞാൽ BJPയേക്കാൾ വർഗീയമാണ്, പിന്നെ പ്രാദേശികവാദമാണ്. അവർ കോൺഗ്രസ് കൂട്ടുകൂടാൻ ഒരു മടിയും കാണിച്ചില്ല. തെറ്റുമില്ല. പശ്ചാത്തലമാണ് ഏറ്റവും വലിയ പ്രാജ്യത്ത് ചെയ്ത് വന്നപ്പോൾ കൂടി. അതാണ് PM സുധീർ അന്ന് എതിർത്ത് പോട്ടാവ്. അങ്ങനെയെങ്കിൽ ന്യൂനപക്ഷ പാർട്ടി പറ്റും. അവർ എത്ര വർഗീയത കാണിച്ചാലും ഏത് കാണിച്ചാലും ഭൂരിപക്ഷ സമുദായത്തെ എതിർക്കാൻ പറ്റുമോ? ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ? ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എന്തെങ്കിലും ഭൂരിപക്ഷ വിഭാഗത്തെ നശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? വളർന്നിട്ടുണ്ടോ? അങ്ങനെ 40% വർഗീയത ഉണ്ടെന്ന് അയക്കുക എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ. അപ്പോൾ അവരെല്ലാം കൂടെ കൂട്ടണം. ഇനി കൂടെ കൂട്ടാൻ നിങ്ങൾക്ക് പറ്റൂല്ലെന്നാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, തൊടുവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്കൊരു വേറെ കൊടുത്ത് മാറ്റി നിർത്തണം. അപ്പോഴും വോട്ട് ഭിന്നിച്ചു പോരുത്.
അത് ഒരു നിലയിലും വോട്ട് പിരിച്ചു പോകാതെ മുന്നോട്ട് പോകണം. EVM മാറ്റം ചെയ്യണം. ഏറ്റവും വലുത് നടക്കുന്നത് ഈ അടുത്ത ഇലക്ഷൻ ബീഹാർ മാത്രമേ ഉള്ളൂ. ഈ 2025 ഒരു സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ ഇല്ല. ആ ബീഹാറിൽ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബീഹാർ അപകടത്തിലേക്ക് പോകുന്നത്. അവിടെ ഒവൈസ് വന്ന് മത്സരിക്കും, വോട്ട് ഭിന്നിച്ചു, അത് ഭവിഷ്യത്തോടുമില്ല. അല്ല, രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ലേ. രജിസ്റ്റർ ചെയ്ത പാർട്ടിയാകുമ്പോൾ അവർക്ക് ഇലക്ഷൻ മത്സരിക്കാതിരിക്കാൻ പറ്റുമോ? മത്സരിക്കുക തെറ്റ് കുറേ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങളൊരു അടവ് നയം വന്നതിൽ അവർക്കൊരു നിശ്ചിത 10-15 കപ്പാസിറ്റി അനുസരിച്ച് കൊടുത്ത് അവർ മാറ്റി നിർത്താം. വേണ്ടി നിങ്ങൾ ഒഴിവാക്കിക്കോ. അങ്ങനെ കോൺഗ്രസ് കപ്പാസിറ്റി ഉള്ള കൂടാത്ത അറിയില്ലല്ലോ. എന്നിട്ട് വോട്ട് പിന്നിച്ചു അത് നോക്കണം. എന്നിട്ട് നിങ്ങൾ കുറച്ച് സീറ്റ് എടുക്കാവുള്ളൂ. ഒരു 10-40 സീറ്റ് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം 50 സീറ്റ്, അല്ലെങ്കിൽ 100 സീറ്റ് വാങ്ങിച്ച് അത് മണ്ടനായി ലാലുവിൻ്റെ മോൻ കൊടുക്കുകയും ചെയ്തു. കൊടുത്താൽ മതിയോ? എങ്ങനെ ജയിച്ചെടുക്കും ചിന്തിച്ചില്ലേ? അതെങ്ങനെ കോൺഗ്രസ് ഇപ്പോൾ ആന്റണി പറഞ്ഞില്ലേ, ഇപ്പോൾ രാഹുൽ പറഞ്ഞില്ലേ, VM സുധീരൻ വരട്ടെ. ജെന്റിൽമാനാണല്ലോ, ക്ലീൻ ഇമേജ് ആണല്ലോ. ക്ലീൻ ഇമേജിൽ രാഷ്ട്രീയത്തിലുള്ള കാര്യമുണ്ടോ? ക്ലീൻ ഇമേജ് രാഷ്ട്രീയത്തിൽ കാര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഒരു ക്ലീൻ ഇമേജ് ഇന്ത്യയിൽ വേറെ നേതാവില്ല. എന്നിട്ട് പച്ചോടുന്നുണ്ടോ? അപ്പോൾ ക്ലീൻ ഇമേജ് അല്ല ഈ രാഷ്ട്രീയത്തിൽ ആവശ്യം. അതുപോലെയാണ് 100 സീറ്റിൽ ലീഗിന് കോൺഗ്രസ് കൊടുത്തപ്പോൾ ആ 100 സീറ്റിൽ വിജയിക്കാൻ സാധ്യത എത്രയാണെന്ന് ഈ ലാലു അന്വേഷിച്ചോ ലാലുവിൻ്റെ മോൻ അന്വേഷിച്ചോ? അതിനെ കുടുംബ സ്വത്തായിട്ട് കൊണ്ടു നടക്കല്ലേ? അവർക്കെന്താ വെറുതെ കിട്ടുന്നതാണ്, ഒന്നും അധ്വാനിച്ച് കിട്ടുന്നില്ല. ലാലുവിനൊക്കെ ചാൻസ് ഒപ്പിച്ച് കിട്ടിയാണ്. അങ്ങനെ വന്ന് അവസരം അമ്മയെ കൊണ്ട് നാക്കി, മോനെ കൊണ്ട് നാക്കി, പാരമ്പര്യമായിട്ട്. അത് BJP ഒരു കാര്യത്തെ സമ്മതിച്ചേ തീരൂ. പാരമ്പര്യമായിട്ട് കുടുംബാധിപത്യം വരുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നത്തെ ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടിയിലല്ലാതെ ഭരണകക്ഷിയിൽ BJP ഏത് പാർട്ടിയിലുള്ളത്? ഒറ്റ തെറ്റേ കണ്ടിരിക്കാം. അതൊക്കെ എന്താ പറഞ്ഞാൽ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്, കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ കോൺഗ്രസിനെ ചിന്തിക്കാൻ പറ്റില്ല. ഏതെങ്കിലും പാർട്ടി കോൺഗ്രസ് ഇന്ത്യ മുന്നണിപ്പെട്ട് DMK എടുത്താലും ആന്ധ്ര എടുത്താലും കർണാടക എടുത്താലും തെലുങ്ക് എവിടെ എടുത്താലും ഈ അച്ഛനും പാരമ്പര്യമായിട്ട് ഇത് കുടുംബ സ്വത്താണ്. എല്ലാം പോയി കഴിയുമ്പോഴില്ല ഒരു നിലവിളിയുണ്ട്, EVM പറ്റിച്ചെന്നുണ്ട്. അതാണ് സംഗതി. അതായത് PC ജോർജിനെ കൊണ്ട് പറയിപ്പിച്ചാണ് അതിന് പുറകിൽ കൈകൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കുക കോൺഗ്രസ് ആയിക്കൊണ്ടോ. സുപ്രീം കോടതി ഒരു വെളിപ്പെടുത്തലുണ്ട്, സ്വമേധയാ കേസെടുക്കാമെന്ന്. ജാതി സ്പർദ്ധയ്ക്കോ വർഗീയതയ്ക്കോ കൂട്ടുനിൽക്കുന്ന പ്രസ്താവനകൾക്ക് ആര് നടത്തിയാലും സ്വമേധയാ കേസ് എടുക്കണമെന്നും എടുത്തില്ലെങ്കിൽ കോടതി ലക്ഷ്യമാകുമെന്നും സുപ്രീം കോടതിയിൽ ഓർഡർ ഉണ്ടപ്പോൾ. പിണറായി സഖാവ് എടുത്തത്, കേരള പോലീസ് എടുത്തോ? ഹൈക്കോടതി പറഞ്ഞ് ജാമ്യം ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് അറസ്റ്റ് ചെയ്യാൻ വലുതായി എന്ത് വലുതായി പോകുന്നു? നിങ്ങളിപ്പോൾ ഗോഷ്ഠി കാണിക്കരുത്. വളഞ്ഞിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ വളഞ്ഞ് പാതയിൽ ഒളിച്ചു വന്നൊരു കാര്യമില്ല. കോടതിയിൽ ഹാജരാക്കാൻ പറയാം. ഈ തന്നെയല്ലേ ഇപ്പോൾ കേരള പോലീസ് കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത ഒരു വ്യക്തി അവൻ്റെ പോലീസ് ശ്രദ്ധിക്കണ്ടില്ലേ? കോടതി പിന്നെ അത് തള്ളിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവസ്ഥയല്ലേ? അതിന് അവിടെ ആൾ കസ്റ്റഡി നിർത്തണ്ടേ? അല്ലെങ്കിൽ ആൾ ചുറ്റിപ്പറ്റി പോലീസ് നിൽക്കണേ? അയാൾ സംവിധാനമല്ലേ? ഇവിടെ എത്ര കേസ് ഓടെ പോകുന്നവർക്ക് എത്ര പേര് പോലീസ് ബലമായിട്ട് തല്ലി കൊല്ലുകയൊക്കെ ചെയ്യുന്നു? നിങ്ങൾക്കറിയില്ലേ? ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ആൾ നിങ്ങളുടെ കസ്റ്റഡി നിർത്തുക. ഇത് ഒളിക്കാൻ അവസരം കൊടുക്കല്ലേ? ഒളിക്കാൻ അവസരം കൊടുത്ത് കഥ ഞാൻ പറയാം. പണ്ട് ഒരു കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി ഉണ്ടായപ്പോൾ, ആ ആഭ്യന്തരം ഇപ്പം ജീവിച്ചിട്ടുണ്ട്. ഒരു പ്രമാദപര കേസാണ് ബാർ ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട്. ആ ഹോട്ടലിൽ കുറ്റവാളി അല്ലെങ്കിൽ കൊലയാളി എന്ന് പറയുന്ന ആള് ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലായിരുന്നു. പിന്നെ പോലീസ് അന്വേഷണത്തെ പിടിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി. അതുപോലെയാണ്. അല്ലെങ്കിൽ ജോർജിൻ്റെ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അത് എത്രയോ പരസ്യമായിട്ട് എത്ര ദിവസം എടുത്താൽ 10-40 ദിവസം എടുത്ത് ഹൈക്കോടതിയിൽ വന്നാൽ തള്ളാൻ സാധ്യതയുണ്ടെങ്കിൽ ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ അയാൾ കസ്റ്റഡിയിൽ ആ നിമിഷം എടുക്കണ്ടില്ലേ? അവിടെ ഇല്ല. അത് ആൾക്കൂട്ടത്തിന് അത് എവിടെയുണ്ട് അവിടെ പോലീസ് സാന്നിധ്യം ഉണ്ടാവണം. ഓക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ ശരി, ഓക്കെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ടാക്കി വയ്ക്കണം. ഇതിനൊക്കെ പിണറായി സഖാവിനോ പിന്നെ കേരള പോലീസ് സാധിച്ചോ ചിന്തിച്ചോ? അപ്പം ഇതൊക്കെ ഒരു ഒത്തുകളിയാണ്, അന്തർദേശീയ ഗൂഢാലോചനയാണ്. അതിൽ ഇസ്രായേലിൻ്റെ കൈയുണ്ട്, അമേരിക്കയിൽ ചില വിങ്ങിൻ്റെ സപ്പോർട്ടുണ്ട്. ഇതൊന്നും ഈ രാഹുലിനൊന്നും മനസ്സിലാകുന്നില്ല, ഇവിടുത്തെ അന്തോണിക്കൊന്നും മനസ്സിലാകുന്നില്ല, ലീഗുകാർക്കും മനസ്സിലാകുന്നില്ല. ഞങ്ങളിതെങ്ങനെ മനസ്സിലാക്കുന്നതൊക്കെ? ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളോട് എത്ര കഴിവുള്ള ആൾക്കാരില്ല എന്നിപ്പോൾ അയക്കുക. എന്നാലും ഞങ്ങളിതൊക്കെ പറഞ്ഞ അക്ഷരം പ്രതി കറക്റ്റല്ലേ പറയുന്നില്ല.
വളരെ സ്ഫുടമായിട്ട് പറഞ്ഞല്ലേ, വ്യക്തമായിട്ട് ഇന്നതിന് പോലെ സംഭവിക്കുമെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത? നിങ്ങൾ വലിയ രാഷ്ട്രീയ നേതാക്കൾ 50-70 വർഷത്തെ പാരമ്പര്യമുള്ളതാണല്ലോ. എന്നിട്ട് നിങ്ങൾ സാധിക്കാത്ത എന്താ? നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം സമാധാനമായിട്ട് പോകണം, അതിന് നിൽക്കണം. അതില്ല. UP-യെക്കുറിച്ച് നമ്മുടെ മറ്റേ ഉത്സവത്തെക്കുറിച്ച് പറയുമ്പോഴല്ലോ ആൾക്കാർ പറഞ്ഞിട്ട് നമുക്ക് ലജ്ജ തോന്നുന്നു. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് ഒരു സമുദായത്തിൻ്റെ കാര്യമായതുകൊണ്ട്, മതവിശ്വാസം ആയതുകൊണ്ട് അതൊന്നും പറയാൻ മാറ്റി നമ്മൾ വലിപ്പമില്ല. അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, കോൺഗ്രസിൻ്റെയും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളുടെ പോക്ക് അപകടത്തിലേക്കാണ്. കേരളത്തിലെ നേതാക്കൾ, ലീഗിൻ്റെ ഉൾപ്പെടെ നേതാക്കളുടെ പോക്കും അപകടത്തിലേക്കാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് പറക്കി വിടാണ്. ശശി തരൂരും പോലെ ഉണ്ട്. എന്തെങ്കിലും കേട്ടോ അത് നിൽക്കല്ലേ. ശശി തരൂർ എല്ലാം തികഞ്ഞാന്ന് പറഞ്ഞില്ല. കാണുന്നപ്പോൾ പുള്ളി മത്സരിക്കാൻ പോയതൊക്കെ ശരിയല്ല, ജയിക്കില്ല, പൂർണ്ണ ബോധമുള്ള പിന്നെ അവിടെ ആളാകുമ്പോഴൊക്കെ കാര്യമില്ല. എങ്കിൽ പോലും പുള്ളി അങ്ങോട്ട് ഒതുക്കാൻ നോക്കി. അതെന്താ കാര്യം? ഇരിക്കേണ്ട അടുത്ത് ഇരുന്നാൽ എഴുന്നേൽക്കിട്ട് വരില്ല. അർഹതയുള്ളവർക്ക് അവസരം കൊടുത്താൽ കുഴപ്പമില്ല. ഈ ശശി തരൂരുണ്ടെങ്കിൽ ഇത്രമാത്രം വലിയ അപകടം സ്ഥാനം കൊടുക്കാൻ എന്താണ് എക്സ്ട്രാ കഴിവുള്ളൂ? ഇവിടെ കോൺഗ്രസ്സിൽ 50, 60, 70 വർഷം പാരമ്പര്യമുള്ള ആൾക്കാരില്ലേ, നല്ല ശുദ്ധരായ രാഷ്ട്രീയം അറിയാവുന്നവർ, അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ശശി തരൂരിനെ കൊടുത്തു. ഇപ്പം തന്നെ ഒരു വേറെ പിഷാരടി കൊടുക്കുന്നു. ഇപ്പം ഇതിനകത്ത് സിനിമാ നടനൊരാൾ കൊടുക്കാൻ പോകുന്നു. പിഷാരടി അല്ല, പിന്നെ വാര്യർക്ക് പിഷാരി കൊടുത്ത് തൃപ്പൂർ നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ കണ്ടീഷൻ CPM-ൻ്റെ നിന്ന് അയാൾ ജയിക്കാൻ സാധ്യതയുണ്ടോ? കെ ബാബു ഒരു പരിധി എല്ലാം കൊണ്ട് ജയിച്ച ആളായിരുന്നു. ഈ അടുത്ത കാലത്ത് പറ്റിയെങ്കിലും, എന്നിട്ട് പോലും പറ്റിയില്ല പിഷാരടി. അതുകൊണ്ട് ഒരു സിനിമാ നടൻ ഒരു വൈപ്പിൻകാരൻ കെട്ടുവെച്ച കാശിട്ട് സംശയമുണ്ട്. അങ്ങനെയല്ല, അർഹതയുണ്ടെങ്കിൽ കുഴപ്പം, സിനിമ നടനായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, അർഹതയുണ്ടെങ്കിൽ കൊടുക്കാം, തെറ്റൊന്നുമില്ല. അർഹത ഉണ്ടോ? വെറുതെ സിനിമയാണോ വെച്ചത്? ഇപ്പോൾ സിദ്ദീഖ് ഒരു സാധനം കിട്ടുന്നുണ്ട്, ഇപ്പോൾ അതിപ്പോൾ കേസിൽപ്പെടുത്തി അത് ഒഴിവാക്കി, നന്നായി പോട്ടെ. അപ്പോൾ അത് കോൺഗ്രസും പ്രതിപക്ഷ നേതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇതേവരെയുള്ള കണക്കൂട്ടുകൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പൊളിറ്റിക്സിന് ഗുണകരമല്ല. ഗുണകരമാകണമെങ്കിൽ നിങ്ങൾ ഇനിയും കുറേയധികം ദൂരം നടക്കേണ്ടി വരുന്നു, കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയെക്കുറിച്ചാണ്, ഈ കേരളത്തിൽ ചുക്കട മുന്നണിയെക്കുറിച്ചല്ല. ആ ഇന്ത്യ മുന്നണി പറ്റിയ അപകടത്തെക്കുറിച്ചാണ് എളിയവനായ മൊയ്തീൻ ഷായും ഗ്രൂപ്പ് പറയുന്നത്. ഞങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ വെറുതെ കാര്യമില്ല. അത് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ്. നിങ്ങളിപ്പോഴും ഈ തങ്ങളെ കണ്ടുകൊണ്ടാണ് UDF കേരളത്തിൽ ഭരിക്കുക പറയാൻ കാരണം. തങ്ങൾ നിൽക്കട്ടെ, കുഴപ്പമില്ല. നിങ്ങളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആത്മാർത്ഥ്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തെങ്കിലും രാജ്യസ്നേഹമോ അല്ലെങ്കിൽ പാർട്ടി സ്നേഹം ഉണ്ടെങ്കിൽ ആ മുസ്ലിം ലീഗ് നിങ്ങളുടെ മുന്നണിപ്പെട്ടല്ലേ, ലീഗോട് പാടും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പേര് മുസ്ലിം എന്ന പേര് പാടും. നിങ്ങൾ ജാതിയായിട്ട് സംഘടിപ്പിച്ചോ ഒരു കുഴപ്പമില്ല, സാംസ്കാരികമായിട്ട് വെച്ചോ, രാഷ്ട്രീയത്തിൽ കലർത്തത. ലോകത്തിൽ നിന്നൊരു പേരില്ല, ജാതിപ്പേര് ഒരു പാർട്ടിയിൽ നിന്ന് ലോകത്തില്ല. പണ്ട് ഉണ്ടായിരുന്നത് ജർമ്മനിയിൽ ഒരു ക്രിസ്ത്യൻ ലീഗ് അതുപോലെ എന്തുണ്ടായിരുന്നു, അതിപ്പോൾ അതുമില്ല, നന്ദി. ഇത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടോ? ഇപ്പോൾ ഇതാണ് VD സതീശൻ, വലിയ ഇന്റർനാഷണൽ തിങ്കറാണ് സതീശൻ. എന്തൊരു ആവേശമാണ് പറയുമ്പോഴും കാര്യങ്ങൾക്ക് ഒരു ഗുണമില്ല. അങ്ങനെയൊക്കെ പറയാൻ പാടില്ലേ? രഹസ്യമായിട്ട് ആ കുഞ്ഞാക്കാനെ വിളിച്ചിട്ട് നിങ്ങൾ ഇത് ഒപ്പം പറയാൻ പാടില്ലേ? നിങ്ങളൊക്കെ വലുതാണോ കുഞ്ഞാക്ക ഇങ്ങനൊരു അപകടമുണ്ട് കേട്ടോ, അത് കോൺഗ്രസ് നല്ലതല്ല, നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾ ആ പേരൊന്നും മാറ്റി പറയില്ല. കാരണം അവർ അങ്ങനെ മുസ്ലിം അത് പേര് ഉപയോഗിച്ച് അവർ നശിച്ച് പോകണം. അവിടെ സതീശനും പറയില്ല. സതീഷിനൊക്കെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ ആ പേര് തന്നെ വേണം. BJPയും പറയില്ല, പറയില്ല. കാരണം അവർക്ക് നല്ലതാണ്, അവർക്ക് നല്ല ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗുമാണ്. BJPക്ക് ആവശ്യമാണത്. അതാണ് അവർ സുപ്രീം കോടതി പോയിട്ട് ബുദ്ധിയുണ്ട് അറിയാം, ഒറ്റ ദിവസമായിട്ട് പിൻവലിപ്പിച്ചില്ലേ. അപ്പോൾ ലീഗിന് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്തുകൊണ്ട് അവർ പെട്ടെന്ന് പിൻവലിച്ചത്. അതിൽ അപകടമുണ്ട് മനസ്സിലായി. നിങ്ങൾ ലീഗ് BJP നേതാക്കളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്, അവരൊക്കെ അക്കാര്യത്തിലൊക്കെ വലിയ മിടുക്കരാണ്. അതുകൊണ്ട് ഒന്നുകൂടി ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.